ഒരു പഴയ മുദ്രാവാക്യം എനിക്ക് ഓർക്കാനുണ്ട്, അത് ഓർമ്മിപ്പിക്കാനുമുണ്ട്. ആ മുദ്രാവാക്യം സാമ്രാജ്യത്വ ഭീകരതയ്ക്കെതിരായി വിയറ്റ്നാം ജനത ഒറ്റക്കെട്ടായി പോരാടിയ കാലത്ത് ഇന്ത്യ ആകെ വിളിച്ച മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം വന്ന് കേരളത്തിലെയും ക്യാമ്പസുകളിൽ കൊടുങ്കാറ്റ് പോലെ ആലപിച്ചിട്ടുണ്ട്. മുദ്രാവാക്യം ഇങ്ങനെയാണ്: മേരാ നാം തേരാ നാം വിയറ്റ്നാം വിയറ്റ്നാം എന്നായി. അർത്ഥം എൻ്റെ പേരും നിൻ്റെ പേരും വിയറ്റ്നാം വിയറ്റ്നാം എന്നാണ്. അത് ആവേശമുണ്ടാക്കിയ മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം ഓർത്തുകൊണ്ട് ഞാനിപ്പോൾ ഒരു ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് പറയാൻ ശ്രമിക്കുന്നു: മേരാ നാം തേരാ നാം LDF LDF. അത് എല്ലാവരും പറയണം, അതിനെ പോലെ എല്ലാവരും പറയണം. ഞാനിത് മാത്രം പറയും, മേരാ നാം തേരാ നാം എന്ന് പറയും, ബാക്കി നിങ്ങൾ പറയണം. മേരാ നാം തേരാ നാം, മേരാ നാം തേരാ നാം, മേരാ നാം തേരാ നാം. ഇതാണ് വികാരം, ഇതാണ് തീരുമാനം. അതെല്ലാം ആളുകളോട് രാഷ്ട്രീയം പറയുന്നുണ്ട്. ആ രാഷ്ട്രീയം നീതിയുടേതാണ്, ആ രാഷ്ട്രീയം നന്മയുടേതാണ്, ആ രാഷ്ട്രീയം വിജയത്തിൻ്റെതാണ്. ആ രാഷ്ട്രീയ മനുഷ്യർക്ക് ഭക്ഷണം കൊടുത്ത, പാർപ്പിടം കൊടുത്ത, വീട് കൊടുത്ത, വിദ്യാഭ്യാസം കൊടുത്ത രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ 10 വർഷങ്ങൾ നാം പൂർത്തിയാക്കി. ഇനി അതിൻ്റെ എല്ലാം തുടർച്ച വേണം. ആ തുടർച്ചയ്ക്കായി നാം ചോദിക്കുന്നത് LDFിൻ്റെ 3ാം ഊഴമാണ്. ആ 3ാം ഊഴം ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഏതാനും ആഴ്ച കഴിയുമ്പോൾ, മാസങ്ങളല്ല ആഴ്ച കഴിയുമ്പോൾ നാം പോളിംഗ് ബൂത്തുകളിലേക്ക് പോകുന്നത്. ചിന്ത പോലും മാറ്റിവെച്ചുകൊണ്ട് ഓരോ LDF സഖാവും, ഏത് പാർട്ടിയുമാകട്ടെ, ഏതെല്ലാ LDF സഖാക്കളും മറ്റെല്ലാം പറഞ്ഞുകൊണ്ട് LDF വിജയത്തിന് വേണ്ടി ഒരേ മനുഷ്യനെപ്പോലെ ഒറ്റക്കെട്ടായി രംഗത്തുണ്ടാകണം. വിശ്രമത്തെപ്പറ്റി ചിന്ത പിന്നീടാകണം. അതാണ് എനിക്ക് പറയാനുള്ളത്.